ക്രിസ്തബ്ദം 1451 ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ സുൽത്താനായി മുഹമ്മദ് രണ്ടാമൻ അധികാരമേറ്റു. അനാട്ടോളിയയും യൂറോപ്യൻ പ്രദേശങ്ങളും കൈവശം വെച്ച സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം അന്ന് അഡ്രിനാപ്പോൾ, ഇന്നത്തെ അദിർന എന്ന നഗരമായിരുന്നു. അധികാരമേറ്റ ഉടൻ 1500 വർഷം പഴക്കമുള്ള റോമൻ സാമ്രാജ്യത്തിന്റെ അന്നത്തെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ആദ്യ അമവി ഭരണാധികാരിയും ആദ്യ മുസ്ലിം നാവികസേനയുടെ ശില്പിയുമായ മുആവിയ റളിയല്ലാഹു അൻഹു മുതൽ മുൻഗാമികളായ നിരവധി മുസ്ലിം ഭരണാധികാരികൾ ഈ ദൗത്യത്തിൽ പരാജയപ്പെട്ടിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കപ്പെടും. ആ ദൗത്യത്തിന്റെ നേതാവ് മികച്ച നേതാവാണ്, ആ സൈന്യം മികച്ച സൈന്യവുമാണ് എന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനത്തിലെ ബഹുമതി ലഭിക്കാനാണ് ഈ ദൗത്യത്തിനായി ഇറങ്ങിത്തിരിച്ചത്. 1453 ഏപ്രിൽ 6 ഒട്ടോമൻ സൈന്യം നഗരത്തിന് ഉപരോധം ഏർപ്പെടുത്തി. 50,000 മുതൽ 80,000 വരെ പടയാളികളും 110 കപ്പലുകളും 70 പീരങ്കികളും സൈന്യത്തിന്റെ ഭാഗമായിരുന്നു. ബസിലിക്ക എന്ന കൂറ്റൻ പീരങ്കിയായിരുന്നു പ്രധാന ആകർഷണം. 270 കിലോ ഭാരമുള്ള ഭീമാകാരമായ കല്ല് 1.5 കിലോമീറ്റർ ദൂരത്തേക്കെറിയാൻ ശേഷിയുള്ളതായിരുന്നു ഈ പീരങ്കി. കടലിലൂടെയുള്ള ആക്രമണം ചെറുക്കാനായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കടലിൽ വലിയ ചങ്ങലകൾ സ്ഥാപിച്ചിരുന്നു. ഇത് മറികടക്കാനായി 7 കപ്പലുകൾ കരയിലൂടെ മരത്തടികൾ നിലത്ത് പാകി മെഴുകുപുരട്ടി 1.5 കിലോമീറ്ററോളം വലിച്ച് ബൈസാന്റൈൻ സൈന്യം പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് ആക്രമണം നടത്തി മുഹമ്മദ് രണ്ടാമൻ അവരെ ഞെട്ടിച്ചു. ഒടുവിൽ മെയ് 26 കോട്ടയുടെ ഒരു ഭാഗം തകർത്ത് സൈന്യം നഗരത്തിൽ പ്രവേശിക്കുകയും തുടർന്നുള്ള പോരാട്ടത്തിൽ വിജയം കൈവരിക്കുകയും ചെയ്തു. വിജയശ്രീലാളിതനായി നഗരത്തിലെത്തിയ മുഹമ്മദ് രണ്ടാമൻ അങ്ങനെ 1500 വർഷം നീണ്ട റോമൻ സാമ്രാജ്യത്തിന് അറുതി കുറിക്കുകയും കോൺസ്റ്റാന്റിനോപ്പിളിന് ഇസ്താംബുൾ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ഇസ്താംബുൾ കീഴടക്കിയതിനാൽ സുൽത്താൻ ഫാത്തിഹ് എന്നാണ് മുഹമ്മദ് രണ്ടാമൻ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത്. 1481 മെയ് 3 അദ്ദേഹം വിടവാങ്ങിയത്.